നമസ്കാരം. മുനമ്പത്തെ ജനങ്ങളുടെ സഹന സമരം ഇവിടുത്തെ ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികളുടെ ഉറക്കം കെടുത്തുകയാണ് എന്നതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഈ രണ്ട് മുന്നണികൾക്കും വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അത് അവരുടെ രാഷ്ട്രീയമാണ്. വഖഫ് ഭേദഗതി നിയമത്തെ എതിർക്കുന്നവർ മുനമ്പത്തെ ജനങ്ങളുടെ നിലനിൽപ്പിനെ വെല്ലുവിളിക്കുകയാണ് എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ മുനമ്പത്തെ ജനങ്ങളുടെ എതിർപ്പ് കേരളത്തിലെ വലിയ ഒരു ജനവിഭാഗത്തിൻ്റെ എതിർപ്പായി രൂപാന്തരപ്പെടുമോ എന്ന ഭയം, അത് BJPയും സംഘപരിവാർ മുതലെടുക്കുമോ എന്ന ആശങ്ക CPMനുമുണ്ട്, കോൺഗ്രസിനുമുണ്ട്, LDFനുമുണ്ട്, UDFനുമുണ്ട്. അതുകൊണ്ട് അവിടെയും ഇവിടെയും തൊടാതെ അവർ നാടകം കളിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മുനമ്പത്തുകാരോട് പറയും, ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്, നിങ്ങളെ ഒരു കാരണവശാലും ഇവിടെ നിന്ന് ഇറക്കിവിടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതേസമയം ഈ രണ്ട് മുന്നണികളും ഒരുമിച്ച് ചേർന്ന് വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കി മോദിയെ വെല്ലുവിളിക്കും. മാത്രമല്ല, അത് പാർലമെന്റിൽ വരുമ്പോൾ അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നപരിഹാരത്തിനുള്ള ഏക വഴി വഖഫ് ഭേദഗതി നിയമമാണ് എന്ന സത്യം ഇവർ അംഗീകരിക്കുന്നില്ല. അങ്ങനെയല്ല എന്ന് വരുത്തി തീർക്കാൻ ആ ഭേദഗതിയിലെ അനാവശ്യമായി ഉൾപ്പെടുത്തി ചില കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്യും. മുനമ്പത്തെ ജനങ്ങളെ സമാശ്വസിപ്പിക്കാനുള്ള വഴികൾ കഴിഞ്ഞ കുറേ കാലമായി അവർ ശ്രമിച്ചു വരുന്നുണ്ട്, പ്രത്യേകിച്ച് UDFും കോൺഗ്രസും. കാരണം ലത്തീൻ കത്തോലിക്ക സഭ പരമ്പരാഗതമായി UDFനും കോൺഗ്രസിനും ഒപ്പമാണ്. അവരുടെ വോട്ട് ബാങ്കിൽ ഒരു ചാഞ്ചാട്ടവും ഉണ്ടാവില്ല എന്ന വിശ്വാസം അവർക്കുണ്ട്. ആ വിശ്വാസം ശരിയാണെന്ന് പലപ്പോഴും തെരഞ്ഞെടുപ്പുകൾ തെളിയിക്കാറുമുണ്ട്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിയ വ്യത്യാസത്തിൽ തിരുവനന്തപുരത്ത് BJPയുടെ രാജീവ് ചന്ദ്രശേഖർ തോറ്റതിൻ്റെ കാരണം അവസാന നിമിഷം തിരുവനന്തപുരത്തെ ലത്തീൻ സഭ ശശി തരൂരിനു വേണ്ടി പരസ്യമായി രംഗത്തെത്തിയതാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്കിടയിൽ ആശങ്കയുണ്ടാവുന്ന തരത്തിൽ അവരെ ബാധിക്കുന്ന ഒരു വിഷയം വഷളാവാൻ കോൺഗ്രസ് ഒരിക്കലും സമ്മതിക്കില്ല. കഴിഞ്ഞ ദിവസം മുനമ്പത്തെ ജനങ്ങളുടെ സഹന സമരം 50-ാം ദിവസം പിന്നിട്ടപ്പോൾ അവിടെ വലിയൊരു സമ്മേളനം നടന്നു. ഏതാണ്ട് 1000-ലധികം പേർ പങ്കെടുത്ത ആ സമ്മേളനത്തിൽ പ്രഭാഷകരായി അവർ വിളിച്ചിരുന്നത് സെബാസ്റ്റ്യൻ പോൾ എന്ന ഇടതു നിരീക്ഷകനെയും മറുനാടൻ എഡിറ്റർ ഷാജൻ സ്കറിയയെയും അഡ്വക്കേറ്റ് ജയശങ്കറേയുമായിരുന്നു. 3 പേരും മുനമ്പത്തെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക മാത്രമല്ല, വഖഫ് നിയമ ഭേദഗതിയുടെ പ്രസക്തി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഇത് വല്ലാത്ത ആശങ്കയാണ് കോൺഗ്രസിനും UDFനും ഉണ്ടാക്കിയത്. മുനമ്പത്തെ ജനങ്ങൾ ഈ വിഷയത്തിൽ ഇങ്ങനൊരു നിലപാടെടുത്താൽ, വഖഫ് ഭേദഗതിയെ ഇതിന്റെ ഭാഗമായി കൂട്ടിച്ചേർത്താൽ, സ്വാഭാവികമായും അതൊരു വികാരമായി കത്തിപ്പടരും. അതുവഴി ഹൈന്ദവ ഭൂരിപക്ഷവും ക്രിസ്ത്യൻ ന്യൂനപക്ഷവും ഒറ്റപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാവും എന്ന് തിരിച്ചറിഞ്ഞു. അപകടം മണത്ത് ഇന്നലെ അപ്രതീക്ഷിതമായി പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ എറണാകുളത്തെ സകല കോൺഗ്രസ് MLAമാരും മുനമ്പത്തേക്ക് പാഞ്ഞെത്തി. മുൻകൂട്ടി അറിയിച്ചിരുന്നില്ല, മുൻകൂട്ടി പരിപാടികളൊന്നും പദ്ധതിയിട്ടിരുന്നില്ല. നേരെ മറിച്ച് മുനമ്പത്ത് മറുനാടൻ ഷാജൻ സ്കറിയയും ജയശങ്കറും നടത്തിയ പ്രസംഗം, അതിൽ ഉയർത്തിയ ചില വിഷയങ്ങൾ ഇവരുടെ ഉറക്കം കെടുത്തി. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ നിലപാടെടുക്കുക മാത്രമാണ് പരിഹാരമെന്നും, ചർച്ച ചെയ്യേണ്ടത് മുനമ്പത്തെത്തിയാണ്, ഏതെങ്കിലും അരമനയിൽ പോയി പണ്ഡിതന്മാർ പരസ്പരം ചർച്ച ചെയ്യുന്നത് കൊണ്ട് തീരുന്നില്ല, മുനമ്പത്തെത്തി ജനങ്ങളോട് സംസാരിക്കണം എന്ന് പറഞ്ഞതിന് കിട്ടിയ കയ്യടിയും സ്വീകാര്യതയുമാണ് വാസ്തവത്തിൽ കോൺഗ്രസ് നേതാക്കളെ അങ്ങോട്ട് ഓടിപ്പാഞ്ഞെത്തുന്നതിന് പ്രചോദനമാക്കിയത്. സഹന സമരത്തിന്റെ 50-ാം ദിവസം ഞായറാഴ്ച നടന്നതുകൊണ്ട് തന്നെ വലിയ മുന്നൊരുക്കങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. മുനമ്പത്തെ ഒരുമാതിരിപ്പെട്ട എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം ക്ഷീണമായതുകൊണ്ട് സമരപ്പന്തലിൽ പോലും ആൾ കുറവായിരുന്നു. ആളില്ലാത്ത ഒരിടത്തേക്ക് ചെല്ലുന്നത് അപകടമാണ് എന്നറിഞ്ഞുകൊണ്ട് ഏതാണ്ട് 40ഓളം ബസ്സുകളിലും 25ഓളം ടെമ്പോ ട്രാവലുകളിലും ഏതാണ്ട് 100ഓളം കാറുകളിലുമാണ് കോൺഗ്രസ് നേതാക്കൾ കുതിച്ചെത്തിയത്. പ്രത്യേകിച്ച് ഞായറാഴ്ചത്തെ സഹന സമരത്തിന്റെ അവസാനം സ്ഥലം MP കൂടിയായ ഹൈബി ഈഡന്റെ കോലം കടൽ തീരത്ത് കൊണ്ടുപോയി കത്തിച്ച് കടലിലേക്ക് ഒഴുക്കിയത് എല്ലാവരെയും ആശങ്കപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ സതീശന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഓടിയെത്തിയപ്പോൾ ഹൈബീഡൻ അടക്കമുള്ളവരും ഉണ്ടായിരുന്നു. അവിടെ എത്തിയ ഹൈബീഡനും കോൺഗ്രസ് നേതാക്കളും പ്രതിപക്ഷ നേതാവുമൊക്കെ വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു, മുനമ്പത്തെ ജനങ്ങൾക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങേണ്ടി വരില്ല, ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്ന്. ഹൈബീഡൻ ഒരു പടി കൂടി കടന്നു പറഞ്ഞു, മുനമ്പത്തെ ആർക്കെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവേണ്ട സാഹചര്യം ഉണ്ടായാൽ ഞാൻ എൻ്റെ MP സ്ഥാനം രാജിവെക്കും, പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന്. സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന അല്ലെങ്കിൽ സാങ്കേതികമായ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ എനിക്ക് നിങ്ങളോട് ഇനി അവസാനമായി എൻ്റെ നിലപാട് വ്യക്തമാക്കാൻ ഒരു കാര്യം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അത് ഞാൻ പ്രതിപക്ഷ നേതാവിൻ്റെ അനുമതി ഇല്ലാതെ പറയുകയാണ്. ഈ 611 കുടുംബങ്ങളിൽ ഏതെങ്കിലും ഒരു കുടുംബം
ഇവിടുന്ന് വഖഫിന്റെ നോട്ടീസ് കൊണ്ട് കുടിയിറപ്പിക്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടാവുമെങ്കിൽ ഞാൻ എന്റെ ജനപ്രതിനിധി സ്ഥാനം MP സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് പ്രഖ്യാപിക്കാം. ഇതിൽ കൂടുതലൊന്നുമില്ലല്ലോ. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കും പരിഭവമില്ലല്ലോ, നിങ്ങളോടൊപ്പം ഒരാളായിട്ട് വന്നിരുന്നേക്കാം. VD സതീശൻ മുൻപ് പറഞ്ഞിരുന്ന അതേ കാര്യം വീണ്ടും ആവർത്തിക്കുന്നു. മുൻപത്തെ ഭൂമി വഖഫിൻ്റെതല്ല, അതുകൊണ്ട് വഖഫും ഇതും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കേണ്ട. വഖഫിന്റെ ഭൂമി അല്ലാത്തിടത്തോളം കാലം ഇത് വേറെ തരത്തിൽ കാണണം. ഇവിടെയുള്ള മനുഷ്യർ സുരക്ഷിതരാണ്, ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. ഇതും വഖഫും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നാണ് സതീശൻ പറഞ്ഞത്. ആ ബില്ലിൽ എഴുതി വെച്ചേക്കുവാണ് വഖഫ് ബോർഡിന്റെ CEO അതൊരു അമുസ്ലിം ആവാം, മുസ്ലിം അല്ലാത്ത ആളാകാം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡുണ്ട്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ CEO ഒരു മുല്ലാക്കായ ആകാൻ പറ്റുമോ? പിന്നെ പറയുന്നത് വഖഫ് ബോർഡിൽ 2 അമുസ്ലിങ്ങൾ ഉണ്ടാകണം. അതങ്ങനെ പാസ്സാക്കിയാൽ ഉടനെ പുറകെ വരാൻ എന്താ ചർച്ച് ബില്ലാണ് വരാം. ക്രൈസ്തവ ദേവാലയങ്ങളിലെ മീതെയും ഇതുപോലുള്ള നിയന്ത്രണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബില്ല്. ചർച്ച് ബില്ല് വന്നാലും ഇതുപോലെ വഖഫ് ബില്ല് വന്നാലും അത് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ, ജനങ്ങളെ, സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും അതിനെ എതിർത്തത്. അതും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതിനെ കുറെ പേര് ബന്ധിപ്പിക്കാൻ നോക്കുവാണ്. എന്റെ ഒറ്റ ചോദ്യമുള്ളൂ, ആ വഖഫ് ബില്ല് പാസ്സായാൽ ആ ഒറ്റ കാരണം കൊണ്ട് ഈ പാവങ്ങൾക്ക് ഭൂമി കിട്ടുമോ? കിട്ടില്ല. ഇത് വേറെയാ, ഇത് വഖഫ് ഭൂമിയല്ല, ഇത് ഗിഫ്റ്റ് ആയിട്ട് അവർക്ക് കിട്ടിയ ഭൂമിയാണ്. ഫറൂഖ് കോളേജിൽ അതിനൊരു കാശും മേടിച്ചു, അതോടുകൂടി തീർന്നു. ഇപ്പൊ കമ്മീഷനൊക്കെ കൊള്ളാം, കമ്മീഷൻ വരട്ടെ, കമ്മീഷന്റെ റിപ്പോർട്ട് വരട്ടെ, ഗവൺമെന്റാണ്. മുകളിലിരിക്കുന്നവർക്ക് വേറെ ഉദ്ദേശമുണ്ട്, ഭിന്നിപ്പുണ്ടാക്കാൻ. സർക്കാർ അതിന് കൂട്ടുനിൽക്കരുത്. ഞാൻ മുഖ്യമന്ത്രിക്ക് കത്തെഴുതി എത്രയോ ദിവസങ്ങൾക്ക് സർവകക്ഷി യോഗം വിളിച്ചു കൂട്ടി, ഇതുവരെ കൂട്ടിയിട്ടില്ല. നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട്, ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മൾ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കും. കൂടെ ഉണ്ട്. ഒന്നും കൂടി പറയാമെന്ന ഈ സമരം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യും, വേറെ രീതിയിലേക്ക് ഇതിനെ വ്യാപകമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായി നിങ്ങൾ പോകും. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് രാജ്യം മുഴുവൻ അറിയാൻ ഉള്ള കാര്യങ്ങൾ കൂടി ഞങ്ങൾ ചെയ്യും. ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ, ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ എറണാകുളം ജില്ലയിലെ 8-9 MLA-മാരാണ് വന്നേക്കുന്നത് നിങ്ങളുടെ കൂടെ. അത് ശ്രദ്ധാലുകളായി നിങ്ങളെ ഉപയോഗപ്പെടുത്തി നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ആരെയും സമ്മതിക്കും. അത് മാത്രം കൂടെ ഉണ്ടാവും. സതീശൻ പറയുന്നതിൽ ഇരട്ടത്താപ്പ് ശ്രദ്ധിക്കാതെ പോകരുത്. സതീശൻ അസന്നിഗ്ധമായി പറയുന്നു, മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല. അത് തന്നെയാണ് മുനമ്പത്തുകാർ പറയുന്നതും ഞങ്ങൾ പറയുന്നതും. അത് വഖഫ് ഭൂമിയല്ല. ആ ഭൂമി സതീശൻ പറഞ്ഞതുപോലെ തന്നെ വില കൊടുത്ത് മുനമ്പത്തുകാർ വാങ്ങിയതാണ്. എന്നിട്ടും ഇത് വഖഫ് ഭൂമിയാണ് എന്ന് വഖഫ് ബോർഡ് ക്ലെയിം ചെയ്യുന്നു. ഇത് തന്നെയാണ് വഖഫ് നിയമത്തിന്റെ കുഴപ്പം. വഖഫ് നിയമത്തിൽ 95-ൽ കൊണ്ടുവന്ന ഭേദഗതി, 2013-ൽ കൊണ്ടുവന്ന സ്ഥിരീകരണ ഭേദഗതി, ഇത് രണ്ടുമുണ്ടാക്കിയ ആശയക്കുഴപ്പമാണ് വഖഫ് ഭൂമി അല്ലാത്തിടവും വഖഫ് ഭൂമിയാണ് എന്ന് അവകാശപ്പെടാൻ വഖഫ് ബോർഡിനെ പ്രേരിപ്പിക്കുന്നത്. ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം. അത് സതീശനും അറിയാം. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല, 15 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാമെന്ന് പറയുന്ന സതീശൻ പിന്നെ എന്തുകൊണ്ടാണ് വഖഫ് ബോർഡ് ഇത് ക്ലെയിം ചെയ്യുന്നത് എന്ന് പറയണം. വഖഫ് ബോർഡിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുത്തെ മുസ്ലിം സംഘടനകളുടെ നിലപാടെന്താണ്? സതീശൻ പറയുന്നു, മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ചു ചേർത്ത് മുനമ്പത്ത് അവകാശമില്ല എന്ന് പറഞ്ഞെന്ന്. ആരാണ് അത് പറയേണ്ടത്? മുസ്ലിം ലീഗാണോ മുസ്ലിം സംഘടനകളുടെ അട്ടിപ്പേറവകാശമുള്ള പ്രസ്ഥാനം? മുസ്ലിം ലീഗ് അത് പറഞ്ഞു, നല്ലത് തന്നെ, അത് ലീഗിന്റെ നിലപാട്. പക്ഷെ മുസ്ലിം ലീഗിനെ പിന്തുണയ്ക്കുന്ന സമസ്ത പോലും അത് സമ്മതിക്കുന്നില്ല. സമസ്ത 2 വിഭാഗവും വ്യക്തമായി പറഞ്ഞു, മുസ്ലിം പണ്ഡിതന്മാർ പലരും വ്യക്തമായി പറഞ്ഞു, ഇത് വഖഫ് ഭൂമിയാണ്, അവിടെ ആരും കണ്ണുവയ്ക്കേണ്ടെന്ന്. ഇതിൽ തന്നെ വ്യക്തമായ ഇരട്ടത്താപ്പുണ്ട്. അങ്ങനെ ഒരു നിലപാടുണ്ടെങ്കിൽ ആദ്യം ലീഗും സതീശനും ചെയ്യേണ്ടത് ഇരുവിഭാഗം സമസ്തയെ കൊണ്ടും ഔദ്യോഗികമായി ഇത് വഖഫ് ഭൂമിയാണ്, ഞങ്ങൾക്ക് വേണ്ട എന്ന പ്രസ്താവന പരസ്യമായി ഇറക്കുകയാണ്. അത് ചെയ്യുന്നില്ല. മാത്രമല്ല, നിയമസഭയിൽ ഒരു പ്രമേയം പാസാക്കാം, ഇത് വഖഫ് ഭൂമിയല്ല, മുനമ്പങ്കാരെ അതിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കണമെന്ന്. ഒപ്പം തന്നെ മുസ്ലിം ലീഗും കോൺഗ്രസും വഖഫ് ബോർഡിനോട് അവകാശവാദം പിൻവലിക്കാൻ ആവശ്യപ്പെടണം. അതിനുവേണ്ടി വഖഫ് ബോർഡിന് കത്തയക്കണം. അതിനുവേണ്ടി നിയമപരമായ നടപടിയെടുക്കണം. അത് ചെയ്യാൻ അവർക്ക് മടിയാണ്. സതീശൻ പറയുന്നുണ്ട് വളരെ എളുപ്പത്തിൽ പിണറായി സർക്കാരിന് ഇത് പരിഹരിക്കാമെന്ന്, 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാമെന്ന്. തീർച്ചയായും പരിഹരിക്കാം. വഖഫ് ബോർഡിനോട് സർക്കാർ ആവശ്യപ്പെടണം നിങ്ങളുടെ അവകാശവാദം പിൻവലിക്കാൻ. പക്ഷേ സർക്കാർ ആവശ്യപ്പെടുന്നില്ല. അങ്ങനെ ആവശ്യപ്പെടണം എന്ന് സർക്കാരിനോട് ആവശ്യപ്പെടാൻ പ്രതിപക്ഷവും ഒരുക്കമല്ല. അതായത് മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പമാണ് ഞങ്ങളെന്ന് പറഞ്ഞ്, ഇത് വഖഫ് ഭൂമിയല്ല എന്ന് പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിക്കുകയും അതേ നിലപാട് നിയമപരമായി എടുക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് വഖഫ് ഭേദഗതി നിയമത്തെ അനുകൂലിക്കാനുള്ള നീക്കമാണ് ചെയ്യുന്നത്. വഖഫ് ഭേദഗതി നിയമത്തെക്കുറിച്ച് സതീശൻ പറഞ്ഞതിൽ സത്യമുണ്ട്. എന്തിനാണ് അമുസ്ലിമുകൾ വഖഫ് ബോർഡിൽ വരുന്നത്? അതടക്കമുള്ള പരിഷ്കാരങ്ങൾ എതിർക്കുക തന്നെ വേണം. അതിനർത്ഥം വഖഫ് നിയമം മൂലം ദുരിതമനുഭവിക്കുന്ന ഭൂരിപക്ഷം വരുന്ന മനുഷ്യർക്കും സഹായമാവുന്ന ആ വഖഫ് ഭേദഗതി നിയമം തന്നെ വേണ്ട എന്ന് പറയുന്നതല്ല. ആ നിയമത്തിലും ജനവിരുദ്ധമായ സെക്ഷനുകൾക്കെതിരെ നിലപാടെടുക്കുക,
മുനമ്പത്തുകാരെ പോലെ സാധാരണ മനുഷ്യരെ ബാധിക്കുന്ന വിഷയങ്ങളിൽ അംഗീകാരം കൊടുക്കുക. അങ്ങനെ ഒരു തെളിഞ്ഞ നിലപാടാണ് UDFും കോൺഗ്രസും എടുക്കേണ്ടത്. വഖഫ് നിയമ ഭേദഗതിയെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മീഷനെ വയ്ക്കുക. അതിൽ എതിർക്കേണ്ടത് ഏതൊക്കെയാണ്, എന്തുകൊണ്ട് എതിർക്കുന്നു എന്ന് ആ കമ്മീഷൻ കോൺഗ്രസ് നേതൃത്വത്തെ ബോധ്യപ്പെടുത്തുക. അനുകൂലിക്കേണ്ടത് ഏതൊക്കെയാണ്, എന്തുകൊണ്ട് അനുകൂലിക്കുന്നു എന്നും വ്യക്തമാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലപാടെടുക്കുകയും ചെയ്യുക. അല്ലാതെ കണ്ണടച്ച് വഖഫ് നിയമത്തെ എതിർക്കുമ്പോൾ മുനമ്പത്തെ ജനങ്ങളുടെ അവകാശത്തെ എതിർക്കുന്നതിന് തുല്യമാകുന്നു. ഈ ഇരട്ടത്താപ്പാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. ഇത് പുറത്തു വരും എന്നറിയുമ്പോൾ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയാണ് സതീശനും സംഘവും ഓടിയെത്തിയതും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ വ്യാജ വാഗ്ദാനം കൊടുത്തതും. ഒരു ആത്മാർത്ഥതയും UDFിന് ഇക്കാര്യത്തിലില്ല. അത്രയും പോലും ആത്മാർത്ഥത CPMനും ഈ നാട് ഭരിക്കുന്ന സർക്കാരിനുമില്ല. ഉണ്ടെങ്കിൽ അവർ വഖഫ് ബോർഡിനെ കൊണ്ട് ഈ ഭൂമിയുടെ മേലുള്ള അവകാശവാദം പിൻവലിപ്പിക്കുമായിരുന്നു. അതിനുള്ള തൻ്റെ ഇടം സർക്കാരിനില്ല. അങ്ങനെ ചെയ്യണമെന്ന് പറയാനുള്ള കരുത്ത് പ്രതിപക്ഷത്തിനുമില്ല. എന്നിട്ട് അവർ പറയുന്നു വഖഫ് ഭേദഗതി നിയമവും മുനമ്പത്തെ പ്രശ്നവും രണ്ടാണെന്ന്. മുനമ്പത്തെ പ്രശ്നത്തിന് മൂല കാരണം വഖഫ് നിയമമാണ്. ആ നിയമം പരിഷ്കരിക്കാൻ പാർലമെന്റിൽ കൊണ്ടുവന്നിരിക്കുന്ന അവസരം മുതലെടുക്കാതെ നിങ്ങൾ മുനമ്പത്തിന് വേണ്ടി കണ്ണീരൊഴുക്കുന്നതിൽ അർത്ഥമില്ല എന്ന് തിരിച്ചറിയുക. മുനമ്പത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു, കേരള ജനത തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും നേരം വെളുക്കാത്തത് CPMനും കോൺഗ്രസിനും LDFനും UDFനും പിണറായി സർക്കാരിനും മാത്രമാണ്.